أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഇത് പ്രധാനമായിട്ടുള്ള ഒരു മഹാനെക്കുറിച്ചുള്ള ചരിത്രം കൂടിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മഹാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ, സർവാധിപനായ അള്ളാഹ്, നമ്മളെല്ലാവരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. എന്നാൽ ഇബാദത്ത് പല രീതിയിൽ, ഇബാദത്ത് എത്രത്തോളം നമ്മൾ വർദ്ധിപ്പിക്കുന്നോ ആ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അള്ളാഹുമായിട്ട് നമ്മൾ അങ്ങ് അടുക്കുന്നതാണ്. അള്ളാഹു നമ്മളോട് അടുക്കും, നമ്മളങ്ങ് അള്ളാഹുവിനും അടുക്കുന്നതിനനുസരിച്ച് അള്ളാഹു നമ്മളോട് അടുക്കും. എന്ന് പറഞ്ഞാൽ 10 റകഅത്ത് സുന്നത്ത് നമസ്കാരം നമ്മൾ അധികരിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം പ്രതിഫലം നമുക്കുണ്ടാകുകയാണ്. എന്നാൽ ഈ മഹാന്മാരുടെ കാര്യം പറഞ്ഞാൽ 10 റകഅത്തും അല്ല, 100 റകഅത്തും അല്ല, 500 റകഅത്തും അല്ല അവർ അധികം നിസ്കരിക്കുന്നത്. അവർ സാധാരണ ഫർദ് ഇബാദത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അപാരമായിട്ട് ഇത് പറയാൻ ഒക്കത്തില്ല, അത്രത്തോളം അങ്ങ് സുന്നത്ത് നമസ്കാരങ്ങളും ലക്ഷോപലക്ഷം ദിക്റുകളും അതിൻ്റെ ഇബാദത്തുകളും ഇങ്ങനെ ചെയ്ത് അവസാന സമയമാകുമ്പം ഈ ദുനിയാവിനെ അവരങ്ങ് മാറ്റി വെക്കുകയാണ്. ദുനിയാവിനെ അവരങ്ങ് മാറ്റി വെച്ച് വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അവർക്ക് ഏറ്റവും വലിയ ഉന്നതമായ ഒരു പവർ, അള്ളാഹുവിൻ്റെ ഒരു അല്പ പവർ അവർക്ക് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ശ്രമിച്ച് നമ്മൾ ചെയ്താലും നമുക്കും ഈ പദവി അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. അപ്പോൾ അങ്ങനെ ഈ പദവി അവർക്ക് സിദ്ധിച്ച് കിട്ടുമ്പോൾ അവരെന്താണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്, ആ നിമിഷം അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അവർക്കത് സാധിച്ചു കൊടുക്കും. ആ കാര്യം വിജയപ്രദമാകും. എന്ന് പറഞ്ഞാൽ ആ ഭാഗം എത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നോടടുത്തിരിക്കുന്ന ഈ മഹത്വം ജ്വലിക്കുന്ന മഹാന്മാരെ സംബന്ധിച്ച് ഈ ലോകത്തും പരലോകത്തും അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവർ രക്ഷപ്പെട്ട കൂട്ടത്തിലാണ്. ഈ ലോകവും അവർക്ക് പ്രശ്നമല്ല, പരലോകവും അവർക്ക് പ്രശ്നമല്ല. നമ്മളും അതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പദവി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും തരുന്നതാണ്. അപ്പോൾ അങ്ങനെ പദവി സിദ്ധിച്ച ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഖുത്ബുന സയ്യിദ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മറ്റുള്ള ശൈഖന്മാരെക്കാളും മറ്റുള്ള എല്ലാ ശൈഖന്മാരെക്കാളും ഏറ്റവും ഉന്നതമായ പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന് നൽകിയിരിക്കുന്നു. അത്രത്തോളം കാഠിന്യമായിട്ട് ഇബാദത്തുകൾ ചെയ്ത് അവസാനം അള്ളാഹുമായിട്ട് അങ്ങ് ലയിച്ചു ചേർന്ന ഒരു മഹാപ്രഭയാണ്. അപ്പം നമ്മളും അവരുമായി ഒരുപാട് ആനയും ആടുമ്പോൾ വ്യത്യാസമാണ്. പടച്ച തമ്പുരാനെ നമുക്കും ആ പദവിയിലെത്താൻ കഴിയും. നമ്മളും പ്രവർത്തനം നല്ല രീതിയിലാക്കിയാൽ, ഇബാദത്ത് വർദ്ധിപ്പിച്ചാൽ അതുപോലൊരു പദവിയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. എന്നാൽ ആ മഹാൻ ഈ ലോകത്തോട്, മാനവ സമുദായത്തിനോട്, ഈ ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് സയ്യിദ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാൻ അവരുകൾ പറയുന്നു, എനിക്കൊരു ഫാത്തിഹ ആരെങ്കിലും സ്ഥിരമായിട്ട് ഓതിയാൽ ഞാൻ അള്ളാഹുവിനോട് ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യും. എന്തിനു വേണ്ടി ദുആ ചെയ്യുമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം മാറുന്നതിന് വേണ്ടിയും, അദ്ദേഹത്തിൻ്റെ അന്നം മുട്ടാതിരിക്കുന്നതിന് വേണ്ടിയും, അദ്ദേഹത്തിൻ്റെ വീട്ടിന് എല്ലാവിധ ഗുണവും ഐശ്വര്യവും കൊടുക്കുന്നതിന് വേണ്ടിയും ബഹുമാനപ്പെട്ട മഹാനവറുകൾ ദുആ ചെയ്യുന്നതാണ്. അങ്ങനെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഹാരത്തിന് പിന്നൊരു ബുദ്ധിമുട്ട് വരുത്തില്ല, നമുക്കൊരു ദാരിദ്ര്യം പിന്നുണ്ടാകത്തില്ല, ഒരു വിഷമങ്ങൾ നമുക്കുണ്ടാകത്തില്ല, ഒരു പ്രയാസങ്ങൾ നമുക്കുണ്ടാകത്തില്ല. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമുക്കും ഈ സിദ്ധി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം ഒന്ന് പറയട്ടെ. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്തുകളോ ഒരു ബുദ്ധിമുട്ടുകളോ അതല്ലെങ്കിൽ ഒരു അസുഖമോ ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ പറയുന്നില്ലേ, പടച്ചവനെ അതൊന്ന് മാറ്റിത്തരണേ, എൻ്റെ പനി ഒന്ന് മാറ്റിത്തരണേ
എൻ്റെ അസുഖം ഒന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹു സ്വീകരിച്ചെന്ന് വരും. അത് നമ്മൾ ഈമാൻ്റെ പവർ അനുസരിച്ചാണ് സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും. മിക്ക ആൾക്കാർക്കും സ്വീകരിച്ചു കൊടുക്കും. അപ്പോൾ സ്വീകരിക്കാതെ വരുന്ന കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അങ്ങനെ ഈ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു വരുമ്പോൾ നമ്മൾ ഓടി ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, അയാളൊരു ചികിത്സ ചെയ്യുന്നു, അയാൾ നമുക്ക് മരുന്ന് തരുന്നു. ആ മരുന്ന് കഴിച്ചപ്പോൾ നമ്മുടെ അസുഖമങ്ങ് മാറിക്കഴിഞ്ഞു. ആ അസുഖം മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാരം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അസുഖത്തിനുള്ള മരുന്ന് ഡോക്ടറെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഡോക്ടർ നിങ്ങൾക്ക് വേണ്ടി അത് പറയുമ്പോൾ ആ മരുന്ന് നിങ്ങൾക്ക് തന്നു. ആ മരുന്ന് നിങ്ങൾ കഴിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഈ അസുഖം അങ്ങ് മാറ്റിക്കഴിഞ്ഞു. എന്നാൽ ഈ ഡോക്ടറെക്കാൾ എത്രയോ വലുതാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് സയ്യിദ് മുഹ്യിദ്ദീൻ. ഇതൊരു ഡോക്ടറാണെങ്കിൽ ഈ ഡോക്ടറെക്കാൾ 10,000 പവറുള്ള ആളല്ലേ ഖുത്ബുൽ അഖ്താബ് സയ്യിദ് മുഹ്യിദ്ദീൻ. ഈ മഹാനവറികൾ ഇത്തരം അസുഖങ്ങളോ ഈ വലിയ അസുഖങ്ങളോ ഉള്ള ഒരാൾ മുമ്പിൽ ചെന്നാൽ മഹാനവറുകൾക്കൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഈ മഹാനെന്നൊരു ചികിത്സ നടത്തും. ആ ചികിത്സ എന്താ എന്ന് പറഞ്ഞാൽ മരുന്നല്ല അവരുടെ ചികിത്സ. അവർ റബ്ബിനോടൊന്ന് ദുആ ചെയ്താൽ നമ്മുടെ അസുഖം അപ്പോഴേ അങ്ങ് മാറുന്നതാണ്. എത്രയോ പേർക്ക് ഈ അസുഖങ്ങൾ മാറി. എത്രയോ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പല ഡോക്ടർമാരും പറഞ്ഞ കേസ് കേട്ടുകളുണ്ട്. അത് മുഹീദ്ദീൻ ശൈഖുല്ലാഹി അലൈഹിയോട് നിലവിളിച്ചുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ മുഹീദ്ദീൻ ശൈഖുല്ലാഹി അലൈഹി നമ്മളോട് ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ അസുഖങ്ങൾ അപ്പോഴേ അങ്ങ് മാറും. എനിക്ക് 100 ആൾക്കാരുടെ ചരിത്രങ്ങൾ അറിയാം. എൻ്റെ കുടുംബത്തിലുള്ള സംഭവം എനിക്കറിയാവുന്നതാണ്. ഇങ്ങനെ പലർക്കും ഈ സംഭവങ്ങളുണ്ട്. ഒരു മഹാൻ ഇങ്ങനെ വന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിന്നുകൊണ്ട് ഒരു ചെറുക്കനെ നോക്കുമ്പോൾ ആ ചെറുക്കന് ഭയങ്കരമായ വണ്ണത്തിൽ ഇങ്ങനെ കൂടി പോകുന്നു. അവസാനം ഈ മനുഷ്യൻ ചോദിക്കുന്നു, എന്താണ് ഇതിന് കാരണം? നിങ്ങളുടെ മോനല്ലേ? അത് മോനിങ്ങനെ വണ്ണിച്ച് വരികയാണ്. ഞങ്ങളിപ്പോൾ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഗുളികളൊക്കെ തീർന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അതിൽ കുറവല്ലോ ഉണ്ടോ? കുറവൊന്നുമില്ല, വണ്ണം ഇങ്ങനെ കൂടി പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ദാരിദ്ര്യം, കിട്ടുന്ന പൈസ മൊത്തം മരുന്ന് പിടിക്കാനേ ഉള്ളൂ. അപ്പോൾ ആ മനുഷ്യൻ അവിടെ വന്നിരുന്നിട്ട് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, എൻ്റെ കൺമുമ്പിൽ നിന്നൊരു സംഭവമാണ്. ആ വ്യക്തി പറയുന്നു, ഇനി നീ മരുന്ന് കഴിക്കണ്ട, അല്ലാഹുവേ മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനെ പിന്നെ കണ്ടില്ല. ഈ മനുഷ്യനെങ്ങ് പോവുകയാണ്. എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല. പറന്ന് പോവുകയാണ് അവർ. അത് ഔലിയാക്കൾപ്പെട്ട ഒരു ഉന്നതനാണ്. അതിനും എത്രയോ വലിയ പവറുള്ള ആളാണ് മുഹ്യിദ്ദീൻ ശൈഖുല്ലാഹി അലൈഹി എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. എല്ലാ ശൈഖന്മാരുടെയും ഉസ്താദാണ്. അപ്പോൾ അവരൊന്ന് നാക്ക് കൊണ്ട് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ആ ചെറുക്കനുണ്ടല്ലോ ഞങ്ങളുടെ മുമ്പിലുള്ള ചെറുക്കനാണ്. മെഡിക്കൽ കോളേജിലെയും മറ്റും കുടികളെല്ലാം വലിച്ചു കളഞ്ഞു. പിന്നെ അവൻ മരുന്ന് കഴിപ്പില്ല. ഇപ്പോൾ സാധാരണ ഒരു ചെറുപ്പക്കാരനായി മാറി. ഇപ്പോഴാ കല്യാണം കഴിച്ചോ, അവൻ വിദേശ രാജ്യത്ത് ഇങ്ങനെ പോയി വന്ന് നിൽക്കുന്നു. അത് ഞാൻ കണ്ടതാണ്. ഇതാണ് ഔലിയാക്കളുടെ പ്രത്യേകത. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സുബഹിനിസ്കരിക്കുന്നവരല്ലേ? ഔലിയാക്കൾ ഇതല്ല. അതൊന്ന് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളും ഉന്നതമായ പദവിയിലാവും. നമ്മളും പറയുന്നത്, നമ്മളും ദുആ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് മുഹ്യിദ്ദീൻ ശൈഖുല്ലാഹി അലൈഹിക്ക് ഒരു ഫാത്തിഹ ഒന്ന് ഓതിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതിഫലമാണ്. നമ്മുടെ വീട്ടിലെ ഐശ്വര്യമാണ്, നമ്മുടെ വീട്ടിന് ഗുണമാണ്, നമ്മുടെ വീട്ടിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് സമ്പത്ത് തരും, നമുക്ക് പേര് തരും, പെരുമ തരും, എല്ലാവിധ ഗുണവും നമുക്ക് തരും. മുഹ്യിദ്ദീൻ ശൈഖ് അത്ര സാധാരണക്കാരനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ലയിച്ചു ചേർന്ന ഒരു മഹാപുതിവയാണ് മുഹ്യിദ്ദീൻ ശൈഖുല്ലാഹി അലൈഹി. അദ്ദേഹത്തിന് നമ്മളോട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിലേ ദുആ ചെയ്യുകയുള്ളൂ. ലോകത്തിലുള്ള സർവ്വ ജീവിതവും ആദ്യം ഒരു ധനാഢ്യനായിരുന്നു, ആദ്യം ഒരു ഫലത്തലവനും കൂടിയായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ട് പിന്നീട് അല്ലാഹുമായി ലയിച്ചു ചേർന്ന ഉന്നതനായ ഉഗ്രം പദവിയുള്ള
ഒരു മഹത്വം ജനിക്കുന്ന മഹാനാണ്. ഈ മഹാനൊരു ഫാത്തിഹ ഊതിയാൽ അത് പ്രയോജനം തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്നതാണ്. തൽക്കാലം ഞാനിപ്പോൾ നിർത്തുന്നു. എൻ്റെ വീഡിയോ കാണുന്നവർക്കും കണ്ടവർക്കും കാണുന്നവർക്കും കേൾക്കുന്നവർക്കുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല തമ്പുരാൻ അവർക്ക് അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി ഇതോടൊപ്പം പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം കൂടി അറിയിക്കണമെന്ന് താഴ്മയായി പറയുകയാണ്.